നമ്മളിന്നൊരു സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്കത്ര വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളകാണ്. ഇത് സാധാ മുളകല്ല, നമ്മൾ എരിവില്ലാത്ത കാശ്മീരി മുളകാണ് എടുത്തേക്കണേ. ഇത് 100 ഗ്രാം. മറ്റേ ഇത് മല്ലി 150 ഗ്രാം ഉണ്ട്. പിന്നെ നമ്മുടെ മട്ട അരിയാണ്, അത് 100 ഗ്രാം. പിന്നെ പൊട്ടുകടലയും 100 ഗ്രാം ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സാധാ സാമ്പാർ പരിപ്പില്ലേ, അത് കറിപ്പരിപ്പ്, അത് 50 ഗ്രാം. ഉലുവ 37 ഗ്രാം ഉള്ളൂ ഉലുവ. പിന്നെ ഉഴുന്ന് 50 ഗ്രാം. കടലമാവ് 50 ഗ്രാം. പിന്നെ കായം 50 ഗ്രാം. പിന്നെ ഇത് ഒരു 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കണേ. മഞ്ഞൾപ്പൊടിയാണിത്. മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ. അത് ഒത്തിരി വേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ ആദ്യം പരിപ്പാണ് ഇട്ട് കൊടുക്കണത്. അതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്നും കൂടെ ഇടാം. പരിപ്പ് ഉഴുന്നും ഏതാണ്ട് ഒരുപോലെ ഉണങ്ങി കിട്ടും. പരിപ്പ് ഉഴുന്നും മൂത്ത് പയ്യെ ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. കോരി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലി വറുത്തെടുക്കാം. ഇതിലൊന്നിലും എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പം മല്ലിയിലാണെങ്കിൽ ഒന്നിൽ ഞാൻ എണ്ണ ചേർക്കാണ്ടാണ് വറുത്തെടുക്കണേ. മല്ലിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ടാവും. കുറച്ച് നേരം ഇവിടെ ഇളക്കിയാൽ മതി. അപ്പോഴത്തേക്ക് ഇത് വാങ്ങാറാവും. നമുക്ക് വേണമെങ്കിൽ ഇത് ഒരെണ്ണം എടുത്ത് നോക്കാം. അങ്ങനെ കൈയും കൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരണം. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് പൊട്ടുകടല വറുത്തെടുക്കാം. ഇത് നമുക്ക് കോരിയെടുക്കാം. ഒരു നിറമൊക്കെ മാറി വന്നാണ് കണ്ടോ. നിറമൊക്കെ മാറി ഒരു പയ്യെ ഒരു ചുമപ്പ് കയറി തുടങ്ങി. ഉലുവയാണ്. ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിതും കോരിയെടുക്കാം. ഇനി നമുക്ക് ഉരുളിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കായ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കായ ഇത് ഞാൻ ആ കല്ലേൽ വെച്ചിട്ട് ഇടിച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരേ വശം മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മുരിച്ചെടുക്കണം നന്നായിട്ട്. കായം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കതും കൂടെ കോരിയെടുക്കാം. നമുക്ക് മുളക് വറുത്തെടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാന്ന് വെച്ചാൽ കാശ്മീരി മുളക് കൂടി മേടിക്കാൻ കിട്ടുമല്ലോ. അത് വേണമെങ്കിൽ ഒന്ന് പയ്യെ ചൂടാക്കിയിട്ട് നിറം മാറിപ്പോവരുത്. നിറം മാറാതെ പയ്യെ ഒന്ന് ആ പച്ച ചൊവ്വ പോകാൻ പാകത്തിനൊന്ന് ചൂടാക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുക്കണത് അരിയാണ്. അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തുണ്ട്. ഒത്തിരി നേരം കുതിർത്തി കഴുകരുത്. നല്ലോണം അതുപോലെ ഉരുളി നല്ലോണം ചൂടായ ശേഷമാണ് അരി ഇടാവുള്ളൂ. അരിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാം പൊട്ടി അങ്ങ് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടാവണം. ആ ഒരു കടലമാവിൻ്റെ ഒരു പച്ചച്ചൊവ ഉണ്ടല്ലോ, അത് മാറണം ശരിക്കും. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ ചൂടുള്ള കാരണം ഉരുളിയിൽ ആ ചൂടുണ്ടല്ലോ, ആ ചൂടിൽ കിടന്ന് അങ്ങോട്ട് ആയിക്കോളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടെ ഈ ഉരുളിയിലേക്ക് ഇടാം. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് പൊടിച്ച് വെക്കാം.
അപ്പം നമ്മൾ സാമ്പാർ പൊടിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 5-6 മാസം വരെ എന്തായാലും ഇരിക്കും. ഇത് ഇപ്പം അടിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടല്ലോ, ആ ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് ഒന്ന് നിരത്തി വെക്കണം. ഏതെങ്കിലും പേപ്പറിലൊക്കെ നിരത്തി വെച്ചാൽ അതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞിട്ട് നല്ല കുപ്പിയിലാക്കി അടച്ചു വെച്ചാൽ നമുക്കൊരു 5-6 മാസം എന്തായാലും ഇരിക്കും. അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സാമ്പാർ പൊടി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനിത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല മണമാണ്.